ആ സൂര്യനെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടികളായ ഈ സൂര്യനെയും ചന്ദ്രനെയും നമ്മൾ പഠിക്കുമ്പോഴാണ് അള്ളാഹനെ നമ്മൾ മനസ്സിലാക്കുന്നത്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ സൗരയുഗത്തിലെ ആ നക്ഷത്രമായ ആ സൂര്യനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വജഅൽനാ സിറാജൻ വഹാജാ. നൂറ്റാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിറാഗുഹയിൽ ധ്യാനനിരന്തനായിരുന്ന പശ്ചാത്തലത്തില് ഇഖ്റാന്റെ വീരമന്ത്രോച്ചാരണം മുഴക്കിക്കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ആദ്യമായി വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നു തന്ന കാലഘട്ടത്തിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുകയാണ്. അതായത് സൗരയുഗത്തിലെ എന്റെ പ്രിയമുള്ളവരെ ആ നക്ഷത്രമായ സൂര്യനുണ്ടല്ലോ, ആ സൂര്യനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? വജഅൽനാ, നാം നിങ്ങൾക്ക് നൽകിയില്ലയോ, ആക്കി തന്നില്ലയോ, സിറാജൻ വഹാജാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, ഒരു വിളക്കിനെ അതായത് നാം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ മനുഷ്യനോട് ചോദിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നാം ഒന്ന് മനസ്സിലാക്കണേ, എന്താണ് സൂര്യനെന്ന് നാം മനസ്സിലാക്കണോ പ്രിയമുള്ളവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുണ്ടല്ലോ രാവും പകലും എന്റെ പ്രിയമുള്ളവരെ തിരിച്ചറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ഈ സൂര്യൻ എന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാലുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സൂര്യൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവമുണ്ടല്ലോ, ഈ സൂര്യൻ എന്ന് പറയുന്ന ഈ സൂര്യനുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, അതില്ലാതായി പോയി കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും അന്ധകാരമായി മാറില്ലേ? ഈ ലോകം മുഴുവനും അന്ധകാരമായി മാറില്ലേ പ്രിയമുള്ളവരെ? അതായത് ഇരുട്ടായി പോവുകയില്ലേ പ്രിയമുള്ളവരെ? എന്നാൽ എന്റെ പ്രിയമുള്ളവരെ നാം ഒന്ന് മനസ്സിലാക്കണേ, എന്നാൽ ഈ ലോകാവസാനത്തിന്റെ അടയാളമായി അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് നമ്മെ പഠിപ്പിച്ച കൂട്ടത്തില് സൂര്യനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തന്നത് എന്താണെന്നറിയുമോ? ഈ അനന്തമായി നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ പ്രിയമുള്ളവരെ, കിഴക്കൻ ചക്രവാളത്തിൽ ഉദിക്കുന്ന ഈ സൂര്യനുണ്ടല്ലോ ഒരിക്കൽ എന്റെ പ്രിയമുള്ളവരെ പടിഞ്ഞാറുദിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുമ്പോ സൗരയുഗത്തിലെ നക്ഷത്രമായ ഈ സൂര്യനുണ്ടല്ലോ, ഇന്ന് പഠനങ്ങൾ പോലും പറയുന്ന ഈ സൂര്യന് എന്റെ പ്രിയമുള്ളവരെ, ഈ സൂര്യൻ ഒരു നാൾ പടിഞ്ഞാറുദിക്കുന്ന ഒരു കാലഘട്ടം കടന്നു വരും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നാം ഒന്ന് മനസ്സിലാക്കണേ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ 21ാം നൂറ്റാണ്ടിൽ എന്റെ പ്രിയമുള്ളവരെ ISROയിലെ പേടകം എന്റെ പ്രിയപ്പെട്ടവരെ ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആ സൂര്യനെ കുറിച്ച് പഠിച്ചില്ലേ പ്രിയമുള്ളവരെ?